അഖിലാണ്ട തേജസായി അങ്ങയെ കാണുവാൻ അനുവാദം നൽകണേ സർവേശ്വര. അനുവാദം നൽകണേ സർവേശ്വര. ഏകമായി നിന്നൊരു ബോധം തന്നാകുന്നു സൃഷ്ടിയായി വന്നതെന്നറിയിച്ചോനേ. സൃഷ്ടിയായി വന്നതെന്നറിയിച്ചോനേ. സൃഷ്ടിയിൽ ബോധത്തെ ഓടി വവിപ്പിക്കാൻ അവതാരമായി വന്ന തമ്പുരാനേ. അവതാരമായി വന്ന തമ്പുരാനേ. അവതാരമറിയിക്കുന്ന അറിവ് ഗ്രഹിക്കുമ്പോൾ അവതാരം ബോധമായി നിൽക്കുന്നുണ്ട്. അവതാരം ബോധമായി നിൽക്കുന്നുണ്ട്. ബോധസ്വരൂപനം കണ്ണുടെ വാഴ്ചയാൽ ഈ ലോക സൃഷ്ടികൾ അറിയുന്നുണ്ട്. വാഴ്ത്തിടുന്നു 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 ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. പൂരം നക്ഷത്രജാതനായി വന്നുദിച്ചോരേ. അങ്ങേ നന്ദിയോടെ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ. ഉത്രാടത്തിൽ വന്നുദിച്ച സൂര്യതേജസ്സേ. അങ്ങേ നന്ദിയോടെ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ. പുരാണത്തിൽ വന്നുദിച്ച പൂർണ്ണരൂപനേ. അങ്ങേ നന്ദിയോടെ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ. മകയിരത്തിൽ വന്നുദിച്ച മഹാപ്രഭുവേ. അങ്ങേ നന്ദിയോടെ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ. കാർത്തികയിൽ വാണിടുന്ന കാരുണ്യവാനേ. അങ്ങേ നന്ദിയോടെ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ഉന്നതമായ മഹാഭാഗ്യങ്ങളെ ആത്മലോകത്തിന് ദാനം ചെയ്തുകൊണ്ട് ഉന്നത ലോകത്തിൽ സ്ഥാപിച്ചു നിലനിർത്തിയിരിക്കുന്ന മഹാനിയമങ്ങളെപ്പറ്റി ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. ആ വിധത്തിൽ ഉന്നതമായ
2 നിയമങ്ങൾ സമന്വയിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ച ജഗദീശ്വരൻ നമുക്ക് ദാനം ചെയ്തത്. പ്രകാരം കാർത്തിക പക്കനാളും മകയിരം പക്കനാളും, മകയിരം പക്കനാളിൻ്റെ അന്ന് 9ാമത് വെള്ളിയാഴ്ചയും അന്നേ ദിവസം ഇവിടെ 12 ആചാര്യന്മാരുടെ ഒരു സ്തുതി കൂടിയായി. ആചാര്യസ്തുതിയുടെ സമർപ്പണ വേളയിൽ കീർത്തിച്ച കീർത്തനമാണിപ്പോൾ ഒന്നുകൂടി കീർത്തിച്ചത്. ഉന്നതനാകുന്ന ദൈവം അങ്ങനെ നിറഞ്ഞ് കളിയാടി നിന്നുകൊണ്ട് ആ 12 പേരും ദേഹവും ലോകവും മറന്ന് പരമാനന്ദത്തിൽ ലയിച്ചിരുന്നു കൊണ്ടാണ് പ്രാവശ്യത്തെ സ്തുതി നടത്തപ്പെട്ടത്. അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ സമാപനം വരെ ഉന്നതമായ ഒരു അവസ്ഥ ഈ സന്നിധാനത്തിലും അതിൽ പങ്കെടുത്ത ഹൃദയങ്ങളിലും, അതുപോലെ ഇന്ന് വന്നപ്പോഴും ഇന്നലെയും ഒക്കെയായി പലരും എന്നെ അറിയിച്ചു, നടന്ന ആരാധനകളിലും ഈ ആനന്ദം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പലരും വന്ന് പറഞ്ഞു, ഇതുപോലെ ആരാധന ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്നാണ് പലരും പറഞ്ഞത്. കാരണം ഈ സവിശേഷമായ പുണ്യങ്ങൾ ഇവിടെ ഈ വിധത്തിൽ ഓരോന്നും നടത്തുമ്പോൾ അതിൻ്റെ അലയൊലികൾ ഓരോ ഹൃദയത്തിലേക്കും എത്തും, ഓരോ ഭവനങ്ങളിലേക്കും എത്തും. എങ്ങനെയുള്ള ഒരുക്കപ്പെടുന്നിടത്ത്, അല്ലാത്തടത്ത് ഇതൊന്നും അറിയാൻ പറ്റില്ല. ലോകം മുഴുവൻ ഇത് പ്രകാശിക്കുന്നുണ്ട്, അങ്ങനെ പ്രവഹിക്കുകയാണ് ഈ ആനന്ദം. പക്ഷേ എവിടെയാണോ ഒരുക്കപ്പെടുന്നത് അവിടെ മാത്രമേ അത് അനുഭവമാവുകയുള്ളൂ. ഇപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന തരംഗങ്ങൾ ഈ പ്രകൃതിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അതിനൊരു പരിധിയുണ്ട്, ആ പരിധി വരെയും അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്ന് വിചാരിച്ച് സാധാരണക്കാർക്ക് ഇത് കേൾക്കാൻ പറ്റുമോ? അതിനെ സ്വീകരിക്കുന്ന ഒരു റിസീവർ അഥവാ ഒരു റേഡിയോ അവിടെ ഓൺ ചെയ്ത് വെക്കണം. ഓഫ് ചെയ്ത് വെച്ചാലും പറ്റില്ല, ഓൺ ചെയ്ത് വെക്കണം. അപ്പോഴാണ് അവിടെ നിന്ന് പ്രക്ഷേപണം ചെയ്ത വിവരങ്ങളൊക്കെ നമുക്ക് അതിൽ കൂടി കേൾക്കാൻ പറ്റുന്നത്. അതിപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളായാലും അങ്ങനെ തന്നെയാണ്. അത് ഓഫ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് എന്തെങ്കിലും കിട്ടുമോ? അയ്യോ, ഞാൻ ഇന്നലെ നിങ്ങളെ വിളിച്ചല്ലോ, കിട്ടിയില്ലല്ലോ. അയ്യോ, അതെൻ്റെ ഫോൺ അങ്ങ് ഓഫായിപ്പോയാൽ. അപ്പോൾ അത് ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഉപകരണം കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതുപോലെ ഹൃദയങ്ങളുണ്ട്, ആത്മാവുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഒരുങ്ങുവിൻ സോദരരെ, 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 ആനന്ദത്തെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ഒരുങ്ങുവിൻ സോദരരെ, ആനന്ദത്തെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആനന്ദത്തെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അറിയിക്കുന്ന അറിവുകൾ അറിഞ്ഞു ജീവിതം ചെയ്താൽ, 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 അഖിലേശനഗതാരിൽ എഴുന്നള്ളിടും. അറിയിക്കുന്ന അറിവുകൾ അറിഞ്ഞു ജീവിതം ചെയ്താൽ, അഖിലേശനഗതാരിൽ എഴുന്നള്ളിടും. അഖിലേശൻ എഴുന്നള്ളത്താത്മാക്കൾക്കു നിത്യാനന്ദം. അഖിലേശൻ എഴുന്നള്ളത്താത്മാക്കൾക്കു നിത്യാനന്ദം. അഖിലേശൻ എഴുന്നള്ളത്താത്മാക്കൾക്കു നിത്യാനന്ദം. പരലോകം ഇഹലോകെ അനുഭവമായി, അഖിലേശൻ എഴുന്നള്ളത്താത്മാക്കൾക്കു നിത്യാനന്ദം. അഖിലേശൻ എഴുന്നള്ളത്താത്മാക്കൾക്കു നിത്യാനന്ദം. പരലോകം ഇഹലോകെ അനുഭവമായി, പരലോക പ്രാപ്തിക്കായി പരമാർത്ഥ ജ്ഞാനം കേട്ടു. പരലോക പ്രാപ്തിക്കായി
ചിന്തിച്ച് അതേ വിധത്തിൽ ശുദ്ധമായി ജീവിതം ചെയ്യുന്ന ഹൃദയങ്ങളിലെല്ലാം ഈ അലേലുകൾ എത്തും. അങ്ങനെ അനുഭവമായവരാണ് വന്ന് സാക്ഷ്യപ്പെടുത്തിയത്. ആരെങ്കിലും പറഞ്ഞു പറയിപ്പിച്ചതാണോ? അല്ല, ഓരോരുത്തരും വന്ന് പറഞ്ഞാണ്. ആഴ്ചകൾ തോറും നമുക്ക് ആരാധന നടത്തുന്നുണ്ട്, പലയിടത്തും പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഒരേ ശബ്ദത്തിൽ അനേകം ആളുകൾ വന്ന് ഇതേ വിധത്തിൽ പറഞ്ഞത് ഈ പുണ്യകർമ്മം ഇതേ വിധത്തിൽ ഇവിടെ നടത്തപ്പെട്ടത് കൊണ്ട് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇത് ഈ ലോകത്തിൻ്റെ തന്നെ കേന്ദ്രബിന്ദുവാണ്. കാരണം സർവ്വലോകത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം അവതാരമായി വന്ന് നിന്ന് അവതാര കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ മഹാദേവാലയവും ഇതിൻ്റെ കർമ്മങ്ങളും തന്നെയാണ് ലോകത്തിൽ ശാന്തിയെ ദാനം ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ ഇതിൻ്റെ കേന്ദ്രബിന്ദു. അവിടേക്കാണ് നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഇത് ഉന്നതമായ ഭാഗ്യമാണെന്ന് അനുഭവത്തിൽ കൂടി സമ്മതിക്കുന്നവരൊന്ന് കൈയടിച്ച് കേട്ടാൽ. ആദർശ പുരുഷന്റെ ആശ്രമമാണിത്, ആദർശ പുരുഷന്റെ ആശ്രമമാണിത്, ആനന്ദിക്കുവാൻ ആദർശ പുരുഷൻ സ്ഥാപിച്ച ഈ ദിവ്യമായ സ്ഥാപനത്തിൽ വന്നു ചേർന്ന് ആരാധിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈശ്വരൻ ഈ ആരാധനയിൽ കൂടി അനുഗ്രഹിച്ച് ആനന്ദിപ്പിക്കുമാറാകട്ടെ. ഉന്നതമായ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും നടത്തപ്പെടുവാൻ, ഉന്നതമായ സൽഫലങ്ങൾ ആത്മലോകത്തിലേക്ക് ദാനം ചെയ്യുവാനും ജഗതീശ്വരൻ സർവദാ ഇവിടെ പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. പരിശുദ്ധ നാമത്തെ പരിശുദ്ധമാക്കി
നാമത്തെ സ്തുതിക്കുവാൻ, പരിശുദ്ധനാമത്തെ സ്തുതിക്കുവാൻ, പരിശുദ്ധനാമത്തെ ധ്യാനിക്കുവാൻ, പരിശുദ്ധനാമത്തെ ധ്യാനിക്കുവാൻ, പരിശുദ്ധമാക്കി നീ തീർക്ക എൻ ഉത്ഭവം പരിശുദ്ധമാക്കി നീ തീർക്ക എൻ ഉത്ഭവം എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഉത്ഭവം എന്ന് പറയുന്നത് ജന്മമാണ്, ഉത്ഭവം എന്ന് പറയുന്നത് ആ ജന്മസ്ഥാനമാണ്. ആ ജന്മസ്ഥാനം പരിശുദ്ധമാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ജന്മസ്ഥാനം പരിശുദ്ധമാക്കണം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധി തന്നെയാണല്ലോ. പരിശുദ്ധി തന്നെയാണ്. അപ്പൊ ആ പരിശുദ്ധിയിൽ നിന്ന് വേർപെട്ട് സൃഷ്ടിയായി പരിണമിച്ച, പരിശുദ്ധിയിൽ നിന്ന് വേർപെട്ട് സൃഷ്ടിയായി പരിണമിച്ച ആ ജന്മങ്ങൾ ഓരോന്നും സൃഷ്ടിലോകത്തിന്റെ പലവിധ ആ വിഭ്രമങ്ങളിൽ ഭ്രമിച്ച് അന്യപ്പെട്ടു പോകുന്നു. അത് മാറി ആ ഉത്ഭവസ്ഥാനം എങ്ങനെ പരിശുദ്ധമാണോ അതുപോലെ തന്നെ പരിശുദ്ധമായി നിലനിർത്തണമെന്നാണ് അർത്ഥം. അങ്ങനെ പരിശുദ്ധമായിരിക്കുന്നവർക്ക് മാത്രമേ ആ പരിശുദ്ധ ആ പരനോട് ചേരുവാൻ കഴിവുണ്ടാവുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധ പരനോട് ചേർത്തെടുക്കുവാൻ, എങ്ങനെ ചേർക്കുവാൻ? ശക്തിയോടെ ചേർത്തെടുക്കുവാൻ. അവതാര പുരുഷൻ ലോകത്തിൽ വന്നിതാ ത്യാഗം സഹിച്ചു വാഴുകയാണ്. അവതാരം അറിയിക്കുന്ന അറിവുകളെന്നും ആത്മാക്കളിൽ അവതാരം അവതാരം അറിയിക്കുന്ന അറിവുകളെന്നും ആത്മാക്കളിൽ അവതാരം അറിയിക്കുന്ന അറിവുകളെന്നും ആത്മാക്കളിൽ അവതാര രൂപത്തെ താൻ തെളിയിക്കും സത്യമായി. അവതാരം അറിയിക്കുന്ന അറിവുകളെന്നും ആത്മാക്കളിൽ അവതാര രൂപത്തെ താൻ തെളിയിക്കും സത്യമായി. അനുഭവ ജ്ഞാനിയാകും ഗുരുവല്ലോ അവതാരം. അനുഭവ ജ്ഞാനിയാകും ഗുരുവല്ലോ അവതാരം. അനുഭവജ്ഞാനം സിദ്ധിച്ചാത്മാക്കൾ അവതാരമായി. അനുഭവജ്ഞാനം സിദ്ധിച്ചാത്മാക്കൾ അവതാരമായി. അകതാരിൽ ഉരുവാകുന്ന ജ്ഞാനത്തിൽ പൂർണ്ണരൂപം. അകതാരിൽ ഉരുവാകുന്ന ജ്ഞാനത്തിൽ പൂർണ്ണരൂപം.
ആത്മാവിൽ പൂർണ്ണ കാഴ്ച, ആത്മാബോധമാം കാഴ്ച, ആത്മാവിൽ പൂർണ്ണ കാഴ്ച, ആത്മാവിൽ പൂർണ്ണ കാഴ്ച, ആത്മാബോധമാം കാഴ്ച, സത്യശുഭാനന്ദമാം രൂപത്തെ കാണും കാഴ്ച, ആത്മാവിൻ സത്യശുഭാനന്ദം രൂപത്തെ കാണും കാഴ്ച, ആനന്ദം ആനന്ദമേ ആനന്ദം സർവത്തിലും, ആനന്ദം ആനന്ദമേ ആനന്ദം സർവത്തിലും, ആത്മബോധമുദിച്ചാലാദിയന്താനന്ദമേ, ആനന്ദം സർവത്തിലും, ആത്മബോധമുദിച്ചാലാദിയന്താനന്ദമേ, ആനന്ദം ആനന്ദമേ ആനന്ദം സർവത്തിലും, ആനന്ദം ആനന്ദമേ ആനന്ദം സർവത്തിലും, ആത്മബോധമുദിച്ചാലാദിയന്താനന്ദമേ, ആത്മബോധമുദിച്ചാലാദിയന്താനന്ദമേ. അവതാരം അറിയിക്കുന്ന അറിവാണ് ആത്മാവിൽ അവതാര രൂപത്തെ തെളിയിക്കുന്നത്. അവതാരമറിയിക്കുന്ന അറിവാണ് ആത്മാവിൽ അവതാര രൂപത്തെ തെളിയിക്കുന്നത്. അവതാര രൂപത്തെ തെളിഞ്ഞു കാണുവാൻ വേറെ ഒരു മാർഗവും പ്രപഞ്ചത്തിലില്ല. അവതാര രൂപത്തെ തെളിഞ്ഞു കാണുവാൻ വേറൊരു മാർഗവും പ്രപഞ്ചത്തിലില്ല. കണ്ണിൽ കണ്ട സർവ്വവേദ ഗ്രന്ഥങ്ങളും വായിച്ചു പഠിക്കുന്നവരുണ്ട്. കണ്ണിൽ കണ്ട സർവ്വ വേദഗ്രന്ഥങ്ങളും വായിച്ചു അത് പഠിക്കുന്നത് തെറ്റല്ല. എന്നാൽ പൂർണ്ണരൂപത്തെ കാണണമെങ്കിൽ പൂർണ്ണരൂപത്തെ കാണണമെങ്കിൽ പൂർണ്ണജ്ഞാനിയാകുന്ന ഗുരുവിനെ സമീപിക്കണം. പൂർണ്ണജ്ഞാനിയാകുന്ന ഗുരുവിനെ സമ്പൂർണ്ണജ്ഞാന സ്വരൂപനാകുന്ന ഗുരുവിന് മാത്രമേ ഒരു ആത്മാവിലേക്ക് പൂർണ്ണരൂപത്തെ തെളിയിക്കുവാൻ കഴിവുള്ളൂ. സമ്പൂർണ്ണജ്ഞാന സ്വരൂപനാകുന്ന ഗുരുവിന് മാത്രമേ ആത്മാവിലേക്ക് പൂർണ്ണ സ്വരൂപത്തെ തെളിയിക്കാൻ കഴിയുള്ളൂ. ഇക്കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലേതാ ഗുരു എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗുരു പരമ്പരകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ഗുരുവിനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലാണ് ഗുരുപരമ്പരകൾ. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലും അവരുടെ പിൻഗാമികളായി നിൽക്കുന്നവർ അവരുടെ പിൻഗാമികളായി ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇതാണ് ധർമ്മം, ഇതാണ് അവതാരം, ഈ നടക്കുന്നതൊക്കെയാണ് ശരി, ഇന്ന ഗ്രന്ഥത്തിൽ അത് ഇന്ന വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഗ്രന്ഥത്തിൽ ഇന്നതുപോലെ പറഞ്ഞിട്ടുണ്ട്, ആ വിധത്തിൽ ജന്മമെടുത്ത ആളാണിത്, ഇന്ന ഇന്ന കലകളോടുകൂടി വാഴുകയാണ് എന്നൊക്കെയുള്ള പ്രഘോഷണം എല്ലായിടത്തും കേൾക്കാം. ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് തിരഞ്ഞെടുക്കുവാൻ വളരെ പ്രയാസമാണ്. അത് ആ പ്രശ്നവും പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? ഗുരുവിന്റെ കാരുണ്യം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി പോകും, പല വഴിക്ക് തിരിഞ്ഞു പോകും. ആ കാരുണ്യമുള്ളവർക്ക് മാത്രമേ ഉടയവനാം ജഗദീശ്വരന്റെ കരുണയും കരുതലുമാകുന്നു. എളിയവരിൽ കൃപ ചൊരിയുന്നു, കരുണ
വളർന്നു വർദ്ധിച്ചു. അതിലൊന്നും പോയി പെടാതെ അതിലൊന്നും പോയി പെടാതെ നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരാൻ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അവസരം ഈശ്വരൻ തന്നു എങ്കിൽ നമുക്കിവിടെ വന്നു ചേരുവാൻ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അനുഭവം ഈശ്വരൻ തന്നുവെങ്കിൽ അത് ഈശ്വരന്റെ മഹാകാരുണ്യം മാത്രമാണ്. മഹാകാരുണ്യം മാത്രമാണ്. ഇപ്പൊ പലരും പലരെ കുറിച്ചും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയും നന്ദിപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. പലരും പലരെ കുറിച്ചും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയും നന്ദിപ്പെടുകയും എന്റെ ഇന്നാരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഇന്നാരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ആളാണ് എനിക്ക് ഇന്നതുപോലെ പറഞ്ഞു തന്നത് അയാളാണ് എനിക്ക് ഇന്നതുപോലെ പറഞ്ഞത് എന്നൊക്കെ പറയാറുണ്ട്. എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും വേണ്ട എന്നല്ല, അതൊന്നും വേണ്ട എന്ന്. അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരിയാണ്. അവരിൽ കൂടി ആ ശബ്ദത്തെ നിങ്ങളിൽ എത്തിച്ചതും നിങ്ങൾക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നിയതും ഈശ്വരന്റെ കാരുണ്യമാണ്. അവരിൽ കൂടി ആ ശബ്ദത്തെ നമ്മളിലേക്ക് എത്തിച്ചത് നമ്മൾക്ക് അതിനോട് ഇഷ്ടം തോന്നിയത് ഈശ്വരന്റെ ഈ കാരുണ്യമാണ്. ഇരിക്കുന്നവരിൽ 99% ആളുകളും ആരെങ്കിലും ഒക്കെ പറഞ്ഞറിഞ്ഞു വന്നവരാണല്ലോ. ഇരിക്കുന്നത് 99% ആൾക്കാർ ആരെങ്കിലും ഒക്കെ പറഞ്ഞറിയിച്ചു വന്നവരായി. അല്ലാതെ ലോകശ്രദ്ധ ലഭിക്കത്തക്ക വിധം വലിയ പരസ്യമൊന്നും ശുഭാനന്ദാശ്രമത്തിന് അന്നുമില്ല ഇന്നുമില്ല. അല്ലാതെ ലോകശ്രദ്ധ മികത്തക്ക വലിയ പരസ്യമൊന്നും ശുഭാനന്ദാദർശത്തിന് നിയമം പാലിച്ച് ജീവിക്കുന്ന എന്റെ സന്താനങ്ങളാണ് എന്റെ പരസ്യം. നിയമം പാലിച്ച് ജീവിക്കുന്ന നിയമം പാലിക്കുന്നവരുടെ ഉള്ളിൽ നിന്നൊരു പ്രകാശം അങ്ങനെ പുറത്തേക്ക് ബഹിർഗമിക്കും. നിയമം പാലിക്കുന്നവരുടെ ഉള്ളിൽ നിന്നൊരു പ്രകാശം പുറത്തേക്ക് ബഹിർഗമിക്കും. ആ പ്രകാശമാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നത്. ആ പ്രകാശമാണ് മറ്റുള്ളവരെ അപ്പൊ അവർ സംസാരിക്കുമ്പോൾ ആ വിധത്തിലൊരു അനുഭവം ഉണ്ടാകും. അവർ സംസാരിക്കുമ്പോൾ ആ വിധത്തിലൊരു അനുഭവം. ആർക്ക്? ഈ ജന്മാന്തര സുഹൃതമുള്ളവർക്ക്. ഈ ജന്മാന്തര സുഹൃതമുള്ളവർക്ക്. അല്ലാതുള്ളവരോട് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു സ്വാമി പോയി പണി നോക്കുന്നു പറയും. ജന്മാന്തര സുഹൃതമുള്ളവർക്ക് ഇത് കേൾക്കുമ്പോ ഇന്ന് തന്നെ നമുക്കൊന്ന് നിങ്ങളുടെ ഗുരുവിനെ ഒന്ന് കണ്ടു കളയാം എന്നൊരു തീരുമാനം ഉണ്ടാകും. അതെന്താ കാരണം? ആ കരുണയോടുകൂടിയുള്ള കരുതൽ അവരോടുകൂടി നിൽക്കുന്നത് കൊണ്ടാണ്. അതിന്റെ പേരാണ് ജന്മാന്തര സുഹൃതം. ആ ജന്മാന്തര സുഹൃതം ഉള്ളവരാണ് ഇവിടെ എത്തിച്ചേരുകയും ഈ വിധത്തിൽ ഒത്തുചേർന്നിരുന്ന് ആരാധിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അനുഭവജ്ഞാനിയാകുന്ന ഗുരു അറിയിക്കുന്ന അറിവുകളെ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. അതിനെ പൂർണ്ണമായി ഗ്രഹിച്ച് അതിനെ തന്നെ മനനം ചെയ്ത് ആദർശപ്രകാരം നിയമജീവിതം ചെയ്ത് ആ തീക്ഷ്ണമായ തേജസ്സിനെ നമ്മുടെ ആത്മാവിന്റെ തേജസ് ആക്കി തീർക്കുന്ന ഒരു പരിശ്രമം ഈ സത്യജീവിതത്തിൽ കൂടി നിങ്ങളിൽ തന്നെ ഉണ്ടായെങ്കിലേ സാധ്യമാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. അവനവന്റെ കർമ്മഫലം അല്ലാത്തതൊന്നും അവരവർക്ക് പ്രയോജനം ചെയ്യില്ല. കഴിഞ്ഞ ആചാര്യസ്തുതിയുടെ ദിനത്തിൽ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പൂർവികർ ബാക്കിയുള്ള സന്താനങ്ങൾക്ക് പരമ്പരകൾക്ക് കൂടി അനുഭവിക്കത്തക്ക വിധമാണ് ഓരോന്നും കൂട്ടിവെക്കുന്നത്. ഓരോന്നും കൂട്ടിവെച്ച് അവരങ്ങനെ ധനാഢ്യന്മാരായിട്ട് ലോകത്തിൽ വിലസും. വലിയ പ്രമാണിമാരാകും, വലിയ മുതലാളിമാരാകും. അങ്ങനെ പല പേരിലാണ് ഓരോരുത്തർ അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെട്ടിരുന്ന പല കുടുംബങ്ങളും ഇന്ന് യാതൊരു സുഖവുമില്ലാത്ത അവസ്ഥയിൽ അന്തഃഛിദ്രം വന്നു പോയിട്ടുണ്ട്. എന്താ കാരണം? അവരുടെ പരമ്പരകളായി വരുന്നവർക്ക് മാതാപിതാക്കൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്റെ അച്ഛൻ സമ്പാദിച്ചു വെച്ച് എനിക്കല്ല പിന്നെ ആർക്കാ എന്ന് ചിന്തിച്ചാൽ ഇല്ല, അങ്ങനെ ഒരു കർമ്മഫലമില്ല. ലോകവശാൽ അങ്ങനെ ഒരു നിയമം വെച്ചിരിക്കുന്നു. അത് ബാഹ്യലോകത്തിൽ മനുഷ്യരുണ്ടാക്കിയ നിയമമാണ്. അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളിലും ഈ സ്വത്തിന്റെ കാര്യം പറഞ്ഞാണ് പല സഹോദരങ്ങളും അന്യപ്പെട്ടു പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന എത്രയോ കുടുംബങ്ങൾ ഉണ്ടാകും. ഈ സ്വത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു ദുഃഖം ഉണ്ടാകാൻ ഇടയാകുന്നത് എന്തുകൊണ്ടാണ്? അവരവരുടെ കർമ്മഫലം അല്ലാത്തത് കൊണ്ടാണ്. അവരവരുടെ കർമ്മഫലമാണെങ്കിൽ അവരവർക്ക് അത് അനുഭവിക്കാൻ സുഖത്തോടുകൂടി അനുഭവിക്കാൻ പറ്റും. അങ്ങനെ സുഖമറിയുവാനുള്ള അറിവ് ഈശ്വരൻ നൽകുമ്പോൾ ആ അറിവിനനുസരിച്ചുള്ള കർമ്മം ഉണ്ടാകണം. ആ കർമ്മത്തിന്റെ ഫലം മാത്രമേ അവരവർക്ക് പ്രയോജനം ചെയ്യുള്ളൂ. അങ്ങനെ അറിവ്, കർമ്മം, അനുഭവം എന്ന
വ്യവസ്ഥയിൽ കൂടി അങ്ങനെ അറിവ്, കർമ്മം, അനുഭവം എന്ന വ്യവസ്ഥയിൽ ലോകത്തിൽ മനുഷ്യജന്മങ്ങളെ ഉയർത്തിയെടുക്കുവാനാണ് കരുണാനിധി വന്ന് കർമ്മരൂപം സ്വീകരിച്ചുകൊണ്ട് വാഴുന്നത്. ലോകത്തിൽ മനുഷ്യജന്മങ്ങളെ ഉയർത്തിയെടുക്കുവാൻ വേണ്ടിയാണ് കരുണാനിധി വന്ന് കർമ്മരൂപം സ്വീകരിച്ചുകൊണ്ട് ശരീരം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മകായമാണ് സ്വീകരിക്കുന്നത്. ശരീരം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മകായമാണ്. കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കർമ്മം ചെയ്യുന്നതിനുള്ള പ്രചോദനം കൊടുക്കുക, പലവിധ കർമ്മങ്ങൾ മാതൃകയായി നിന്ന് പ്രവർത്തിപ്പിക്കുക. അങ്ങനെ പ്രവർത്തിച്ചും പ്രവർത്തിപ്പിച്ചുമാണ് അവതാര കർമ്മം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവതാരമാണ് എന്ന് വിചാരിച്ച് കർമ്മങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ആ കർമ്മം ചെയ്യുവാനാണ് അവതാരമായി വന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഓരോരുത്തരുടെയും ആ നിലവാരം അനുസരിച്ചുള്ള കർമ്മങ്ങളാണ് ലോകത്തിൽ അനുഷ്ഠിക്കേണ്ടത്. ഒരു പിഞ്ചു കുഞ്ഞ് പ്രകൃതിയിൽ ജനിക്കുമ്പോ അതിന്റെ മാതാവിന്റെ ശരീരത്ത് തന്നെ അതിനുള്ള ആഹാരം ആദ്യം വെച്ചിരിക്കുകയാണ്. ആ പ്രകൃതിയുടെ നിയമമാണ്. മാതാവിന്റെ കടമയാണ് അത് കുഞ്ഞിന് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ കുഞ്ഞ് പ്രത്യേകിച്ച് കർമ്മമൊന്നും ചെയ്തിട്ടല്ല ഇത് കുടിക്കുന്നത്. പക്ഷേ അത് വളർന്നു വരുമ്പോൾ ആ മാതാവിനെ തിരിച്ച് സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ കർമ്മഫലം തിരികെ കൊടുക്കുക എന്ന് പറയുന്നത്. എങ്ങനെ കർമ്മഫലം കൊടുക്കണം? അവർക്ക് സുഖവും സന്തോഷവും പകരുന്ന വിധത്തിൽ കർമ്മഫലം തിരികെ കൊടുക്കണം. അപ്പോഴാണ് മാതാവും പുത്രനുമായുള്ള ബന്ധം പൂർത്തീകരിക്കുന്നത്. അതുപോലെ ഓരോരുത്തരുടെയും കർമ്മം അവരവരുടെ നിലവാരം അനുസരിച്ച് പലതും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. സ്വയം അവരവർ തീരുമാനിക്കുന്നതല്ല. പലരും അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ചില ആളുകൾ ചില സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യുന്നത് വളരെ മോശമാണെന്നാണ് വിചാരം. അവരവരങ്ങ് തീരുമാനിച്ചാൽ അത് കർമ്മത്തിൽ നിന്ന് വിമുഖതയാണ്. അവരവർ ചെയ്യേണ്ട കർമ്മം ചെയ്യാൻ പറ്റാതെ പോവുകയാണ്. അപ്പൊ ആ കർമ്മഫലം അവർക്ക് സ്വീകരിക്കാൻ പറ്റാതെ പോവുകയാണ്. അതിൽ നിന്ന് അവർക്ക് ദുഃഖമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എന്ത് ചെയ്താലും ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥ, എന്ത് ചെയ്താലും ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തുകൊണ്ട്? അവരവരിൽ സ്വീകരിക്കേണ്ട കർമ്മഫലം സ്വീകരിക്കപ്പെട്ടിട്ടില്ല. നിന്റെ അനേക കാലത്തെ കർമ്മഫലവും നീ മുൻപോട്ട് ചെയ്യുമെന്നുള്ള പല കർമ്മങ്ങളും ഉദ്ദേശിച്ച് അതിന്റെ കർമ്മഫലവും കൂടി സ്വീകരിച്ച് ദൈവം നിന്നെ ഒരു സ്ഥാനത്ത് എത്തിക്കുമ്പോ ഞാൻ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കിനി ഒരു കർമ്മവുമില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അവരെക്കാൾ അബദ്ധർ ഈ ലോകത്തിൽ വേറെ ആരും ഉണ്ടാവുകയില്ല. ദേഹമിരിക്കുന്ന നാൾ വരെയും കർമ്മവും ആർക്കും ഓടുന്നില്ല. ദേഹത്തോടുകൂടി ജീവിക്കുന്ന ആരും കർമ്മം ചെയ്തേ മതിയാവും. വലിയ വലിയ ചില സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ച് അതിന്റെ ഉന്നതമായ അവസ്ഥകളിലേക്കൊക്കെ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ അതിന്റെ ഉടമസ്ഥനായിരിക്കുന്ന വ്യക്തി വിചാരിക്കും ഞാനിപ്പോ എല്ലാം നിർമ്മിച്ചു, എല്ലാം കൊടുത്തിട്ടുണ്ട്, ജോലിക്കാരെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്, അവരെല്ലാം നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച് ആ ആൾ സ്വസ്ഥനായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് പോയാൽ അഴിമതിയായിരിക്കും സർവ്വതും. അപ്പൊ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വിധത്തിലും ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ. എന്നാൽ ആ ഉടമസ്ഥനായിരിക്കുന്ന വ്യക്തി ആ പഴയതിനേക്കാൾ ഉപരിയായി എത്രത്തോളം ആളുകൾ വർദ്ധിക്കുന്നു അത്രത്തോളം ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളിലും അതിൻ്റെതായ വ്യക്തമായ ധാരണയോടുകൂടി മുന്നോട്ട് പോയാൽ ആദ്യം ഒരുപക്ഷെ അദ്ദേഹം തന്നെ ആയിരിക്കും പ്രവൃത്തി
എടുത്തുകൊണ്ടിരുന്നത്. ആദ്യം ഒരുപക്ഷെ അദ്ദേഹം തന്നെയായിരിക്കും പ്രവൃത്തി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ വർധനമനുസരിച്ച് ഒരാളിനെ കൂടെ വെച്ചു. അതിന്റെ വർദ്ധനമനുസരിച്ച് ഒരാളിനെ കൂടെ അപ്പൊ വീണ്ടും വർദ്ധിച്ചപ്പോൾ ഒരാളിനെ കൂടെ വെച്ചു. വീണ്ടും വർദ്ധിച്ചപ്പോൾ ഒരാളിനെ കൂടെ അങ്ങനെ വർദ്ധിച്ച് 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 ഒരു 10-100 ആളായെന്നിരിക്കട്ടെ. അങ്ങനെ വർദ്ധിച്ച് 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 ഒരു 10-100 ആളായി. അപ്പൊ ഇനി ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആളുകളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും സ്വസ്ഥനായി പോയാൽ, ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, ആളുകളെല്ലാം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്വപ്നായിരുന്നു പോയാൽ അത് മുഴുവൻ തകർന്നടിഞ്ഞു പോകും. അത് മുഴുവൻ തകർന്നു. അങ്ങനെ അനുഭവമുള്ളവർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുപോലെ ഓരോന്നും ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുപോലെ ഓരോന്നും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കത്തക്ക വിധത്തിലുള്ളതേ വർദ്ധിപ്പിക്കാവൂ. നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കത്തക്ക വിധത്തിലുള്ളതേ വർദ്ധിപ്പിക്കാം. അല്ലെങ്കിൽ അതൊക്കെ അബദ്ധമായി പോകും. അല്ലെങ്കിൽ അതൊക്കെ അബദ്ധമായി. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തരും ചിന്തിക്കേണ്ട എത്ര ഉന്നതനായാലും എത്ര ലാളിത്യമുള്ളവനാണെന്ന് പറഞ്ഞാലും അവരവർ ചെയ്യേണ്ട കർമ്മങ്ങൾ അതാത് നിലയിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ അതിനൊന്നും പൂർത്തീകരണം ലഭിക്കുകയില്ല. ഉന്നതനാകുന്ന ഗുരു ഈ ലോകത്തിൽ അവതാരമായി നിന്ന് തന്റെ കർമ്മം താൻ നടത്തുകയാണ്. എങ്ങനെയൊക്കെയാണ് താൻ നടത്തിക്കൊണ്ടിരുന്നത്? ക്രേതയിൽ താൻ തപസ്സു ചെയ്യാൻ പഠിപ്പിച്ചു. താൻ തന്നെ ഋഷിയായിട്ട് അവതരിച്ചു. തപസ് ചെയ്യാൻ പഠിപ്പിച്ചു. തപസ് അറിവിനുള്ള അന്വേഷണമാണ്. അറിവിനെ ആർജിക്കുവാനുള്ള കഠിനവ്രതമാണ്. ത്രേതയിൽ താൻ ആചാര്യനായി. ആ ആചാര കർമ്മങ്ങൾ പഠിപ്പിക്കുവാൻ താൻ തന്നെ ആചാര്യനായി നിന്നു. ആ ദാപരയിൽ യോഗിയായി. ആ യോഗീശ്വരനായി താൻ തന്നെ നിന്നുകൊണ്ട് പൂജാവിധികൾ പഠിപ്പിക്കുകയായിരുന്നു. കലിയുഗത്തിൽ ഖഡ്ഗിയായി. ഓ അജ്ഞാന സംഹാരം ചെയ്യുവാനുള്ള ഒരു ഖഡ്ഗി തന്നെ കലിയുഗേ വന്നു. ഓ അജ്ഞാന സംഹാരം ചെയ്യുവാനുള്ള ഒരു ഖഡ്ഗി തന്നെ കലിയുഗേ വന്നു. ഓ ജ്ഞാനം കൊണ്ട് അജ്ഞാനം പൂർണ്ണമായി മാറ്റിയിട്ട് ആത്മബോധമുള്ളിൽ ദാനം ചെയ്തു. ഓ ജ്ഞാനം കൊണ്ട് അജ്ഞാനം പൂർണ്ണമായി മാറ്റിയിട്ട് ആത്മബോധമുള്ളിൽ ദാനം ചെയ്തു. അപ്പോ കലിയുഗത്തിൽ ഖഡ്ഗിയായി വന്നു നിന്നുകൊണ്ട് അജ്ഞാന സംഹാരം ചെയ്യുന്നതിനുള്ള വിജ്ഞാനങ്ങളെയാണ് ഉപദേശിക്കുന്നത്. ആ താൻ തന്നെ അതിന് മാതൃകയായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാതൃകയായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവ ജ്ഞാനങ്ങളെയാണ് ഈ വർണ്ണിക്കുന്നത്. ആ ഖഡ്ഗി കലിയോടു യുദ്ധം ചെയ്തു ജയിച്ചാത്മാലോകത്തെ കരസ്ഥമാക്കി.
കലിയെ പൂർണ്ണമായി ഒരാത്മാവ് പരിശുദ്ധമായി തീരുമ്പോൾ ഒരാത്മാവ് പരിശുദ്ധമായി പരമാത്മാവ് ആ ആത്മാവോട് ബന്ധിച്ച് പരമാത്മാവ് ആ ആത്മാവോട് ബന്ധിച്ച് ഉല്ലാസമാടുന്നു. ഉല്ലാസമാടുന്നു. ആ ഉല്ലാസമാണ് നാമസങ്കീർത്തനമായി വിനിർഗളിക്കുന്നത്. ആ ഉല്ലാസമാണ് നാമസങ്കീർത്തനം. ആ നാമസങ്കീർത്തനമായി നാരിയിൽ ജനിച്ച ഗുരു നാരായണാരൂപനെ നാമോദ്ധരിച്ച ദേവാ ഉന്നതമാകുന്ന അജ്ഞാന സംഹാരം താൻ തന്നെ നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നതമായ അജ്ഞാന സംഹാരം ഭഗവാൻ തന്നെ നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 യുഗങ്ങളിലും മൂന്ന് യുഗങ്ങളിൽ അതാത് യുഗ വ്യവസ്ഥ അനുസരിച്ച് യുഗവ്യവസ്ഥയനുസരിച്ച് അതിന്റെ വിധികളെ പറഞ്ഞു മനസ്സിലാക്കി അതിന്റെ വിധികളെ അവതാരധർമ്മം പൂർത്തീകരിച്ചു പോയി. അവതാരകർമ്മം പൂർത്തീകരിച്ചു. എന്നാൽ കലിയുഗം എന്ന് പറയുന്നത് എന്നാൽ കലിയുഗം അന്ത്യയുഗമാണ്. അന്ത്യയുഗമാണ്. ഇവിടെ വിധി പ്രഖ്യാപിച്ചിട്ട് പോകുവാൻ യാതൊരു നിവൃത്തിയുമില്ല. ഇവിടെ വിധി പ്രഖ്യാപിച്ചിട്ട് പോകുവാൻ യാതൊരു കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. പ്രവർത്തിക്കുകയാണ്. ലോകമുള്ള കാലം വരെയും ലോകമുള്ള കാലം വരെ എന്റെ ഭക്തലോകത്തെ രക്ഷിക്കുവാൻ സ്വന്തം ഭക്തലോകത്തെ രക്ഷിക്കുവാൻ ഞാൻ തന്നെ വാഴുമെന്ന് തീരുമാനിച്ച പ്രകാരം ഭഗവാൻ തന്നെ വാഴുമെന്ന് തീരുമാനിച്ചു. ഉത്രാടത്തിൽ വന്നുദിച്ച സദ്ഗുരുദേവ നന്ദിയോടെ അങ്ങയെന്നും വാഴ്ത്തിടുന്നു ഞാൻ. പുരാണത്തിൽ വന്നുദിച്ച സദ്ഗുരുദേവ നന്ദിയോടെ അങ്ങയെന്നും വാഴ്ത്തിടുന്നു ഞാൻ. മകയിരത്തിൽ വന്നുദിച്ച സദ്ഗുരുദേവ നന്ദിയോടെ അങ്ങയെന്നും വാഴ്ത്തിടുന്നു ഞാൻ. ആനന്ദ ഗുരുദേവ തിരുവടികൾ ബ്രഹ്മശ്രീ സുഭാനന്ദ ഗുരുദേവ തിരുവടികൾ അത്യത്ഭുത പുരുഷൻ, അമാനുഷികൻ, ആനന്ദവല്ലഭൻ, ആത്മജ്യോതിസ്, ആത്മബോധ സ്വരൂപൻ, മാറ്റമില്ലാതെ ആ ദേഹങ്ങളെ മാറി മാറി സ്വീകരിച്ചുകൊണ്ട് ഇന്നും വാഴുന്നു എന്ന് പൂർണ്ണ വിശ്വാസവും അനുഭവമുള്ളവരെന്ന് കൈയടിച്ച് കേട്ടാൽ കൊള്ളാം. മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, പരമഗുരു വരൻ വാണിടുന്നു. മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്ന് പുലർത്തിടുന്നു. ഇത് മഹാഭാഗ്യമാണ്. ഇത് മഹാഭാഗ്യമാണ്. ഈ ഭാഗ്യമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നത്. ഈ ഭാഗ്യമാണ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അറിഞ്ഞവർ അറിയാത്തവരെ അറിയിച്ചുകൊണ്ട് അറിഞ്ഞവർ അറിയാത്തവരെ അറിയിച്ചുകൊണ്ട് അറിവിനെ പൂർണ്ണമായി ആത്മാവിൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അറിവിനെ ആത്മാവിൽ പൂർണ്ണമായി സ്ഥിരപ്പെടുത്തിക്കൊണ്ട് യാതൊരുവിധ അഷ്ടാഹങ്കാരങ്ങളും നമ്മളിൽ കടന്നു വന്ന് നമ്മളെ നശിപ്പിക്കുവാൻ അവസരം കൊടുക്കാതെ അഷ്ടാഹങ്കാരങ്ങളും നമ്മൾ കടന്നു വന്ന് നമ്മളെ നശിപ്പിക്കുവാൻ അവസരം കൊടുക്കാതെ സൂക്ഷിച്ച് എപ്പോഴും ജീവിക്കുവാൻ തീരുമാനം ചെയ്യുക. സൂക്ഷിച്ചപ്പോഴും ജീവിക്കുവാൻ അങ്ങനെ തീരുമാനം ചെയ്തിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടാൽ കൊള്ളാം. മരണക്കിടക്ക വരെയും എൻ്റെ ഗുരുവരനുടെ തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിച്ചു കൊള്ളാം. മരണക്കിടക്ക വരെയും എൻ്റെ തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിച്ചു കൊള്ളാം.
ജന്മങ്ങളോടുകൂടി ഉള്ളതാണ്. അഷ്ടാഹങ്കാരം ജന്മങ്ങളോടുകൂടി അത് ബാധിക്കുകയല്ല, അതിന്റെ നിലവിട്ട് ഉയരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അഷ്ടാഹങ്കാരങ്ങളൊന്നും വർദ്ധിച്ചിടാതെ അഷ്ടൈശ്വര്യദായകനൻ കൂടെ വാഴണേ. അഷ്ടാഹങ്കാരങ്ങളൊന്നും വർദ്ധിച്ചിടാതെ അഷ്ടൈശ്വര്യദായകനൻ കൂടെ വാഴണേ. കൂടെ വാഴണേ, എന്നും കൂടെ വാഴണേ. കൂടെ വാഴണേ, കൂടെ വാഴണേ, എന്നും കൂടെ വാഴണേ. തിരുകൽപ്പനയായി ഞാൻ ഉയരാൻ കൂടെ വാഴണേ. കൂടെ വാഴണേ, എന്നും കൂടെ വാഴണേ. തിരുകൽപ്പനയായി ഞാൻ ഉയരാൻ കൂടെ വാഴണേ. ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ, ഒരു ശിഷ്യനിലേക്ക് ആ അറിവ് ദാനം ചെയ്യുമ്പോൾ, അണുവിട തെറ്റാതെ അത് പാലിച്ച് ഒരു ശിഷ്യൻ അതിനെ പൂർത്തീകരിച്ചാൽ ആ ശിഷ്യൻ കൽപ്പനയുടെ രൂപമായി തീരും. അപ്പോൾ കൽപ്പിച്ച തമ്പുരാന്റെ രൂപമാണ് അതിൽ ഭവിക്കുന്നത്. അത് ആ ആത്മാവിന്റെ ഉയർച്ചയാണ്. ഒന്നുകൂടെ വരി പാടിയേ. കൂടെ വാഴണേ, എന്നും കൂടെ വാഴണേ. തിരുകൽപ്പനയായി ഞാൻ ഉയരാൻ കൂടെ വാഴണേ. കൂടെ വാഴണേ, എന്നും കൂടെ വാഴണേ. തിരുകൽപ്പനയായി ഞാൻ ഉയരാൻ കൂടെ വാഴണേ. അഷ്ടാഹങ്കാരങ്ങളെന്നിൽ വർദ്ധിച്ചിടാതെ അഷ്ടൈശ്വര്യദായകനൻ കൂടെ വാഴണേ. കൂടെ വാഴണേ, എന്നും കൂടെ വാഴണേ. കൂടെ വാഴണേ, 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 എന്നും കൂടെ വാഴണേ. കൂടെ വാഴണേ, കൂടെ വാഴണേ. തിരുകൽപ്പനയായി ഞാൻ ഉയരാൻ കൂടെ വാഴണേ. മരണക്കിടക്ക മറയുമെന്റെ ഗുരുവരനുണ്ട്. തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിച്ചു കൊള്ളാം. മരണക്കിടക്ക മറയുമെന്റെ ഗുരുവരനുണ്ട്. തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിച്ചു കൊള്ളാം. കൂടെ വാഴണേ, എന്നും കൂടെ വാഴണേ. കൂടെ വാഴണേ, എന്നും കൂടെ വാഴണേ. കൂടെ വാഴണേ, എന്നും കൂടെ വാഴണേ. തിരുകൽപ്പനയായി ഞാൻ ഉയരാൻ കൂടെ വാഴണേ. തിരുകൽപ്പനയായി അങ്ങനെ ഉന്നതമായ കൽപ്പനകൾ അതിനെ പരിപൂർണമായി പാലിക്കുവാനുള്ള പരിശ്രമമാണ് വ്രതം. ആ നിർബന്ധമാണ് വ്രതം. നിർബന്ധത്തോടുകൂടി ഞാനിത് പാലിക്കുമെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ തന്നെ വ്രതധാരിയായി. പിന്നെ അതിനെ അനുഷ്ഠിച്ച് പൂർത്തീകരിച്ചാൽ മതി. തീരുമാനം ഉണ്ടായവർക്ക് പിന്നെ ഇടയ്ക്ക് അയ്യോ അങ്ങനെ തെറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി എന്നൊരു പറയേണ്ടി വരില്ല. എന്ന് വിചാരിച്ച് പറ്റിയവർ പറയാതിരിക്കുന്നത് അതിനേക്കാൾ വലിയ ദോഷമാണ്.
എന്നുവെച്ച് പറ്റിയത് പറയാതിരിക്കുന്നത് അതിനേക്കാൾ വലിയ ദോഷം. കാരണം തെറ്റുകൾ വന്നാൽ അത് ഗുരുപാതയെ അറിയിച്ച് പരിഹാരം തേടിക്കൊള്ളുക നിയമമാണ്. തെറ്റുകൾ വന്നാൽ അത് ഗുരുപാതയെ അറിയിച്ച് പരിഹാരം തേടിക്കൊള്ളുക. എന്താ തെറ്റുന്നത്? തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ്. 12 വെള്ളിയാഴ്ച വ്രതം എടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. പിന്നെ ഓരോ വെള്ളിയാഴ്ചയും പ്രത്യേകമായിട്ട് ഓർക്കുന്നില്ല, അതങ്ങനെ കൂടെ അങ്ങ് സഞ്ചരിക്കുകയാണ്. എല്ലാ ദിവസവും പിന്നെ വ്രതമാണ്. പട്ടിണി കിടക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചില നിഷ്ഠകളാണ് പറഞ്ഞിരിക്കുന്നത്, ചില ക്രമീകരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്ന എല്ലാവരും എല്ലാ ദിവസവും ആചാരാനുഷ്ഠാനങ്ങളിലാണ്. 12 വെള്ളിയാഴ്ചക്ക് ചെയ്തിരിക്കുന്ന എന്താണ്? പ്രത്യേക ചില ക്രമീകരണങ്ങൾ മാത്രമാണ്. നമ്മുടെ സത്യജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരു കാലത്തും വ്യതിചലിക്കാൻ പാടില്ല. അത് മരണം വരെയും പാലിക്കാമെന്ന് നിശ്ചയിച്ചാണ് ആത്മബോധോദയ സംഘാംഗങ്ങളായത്. മദ്യപാനം, വ്യഭിചാരം, പരദ്രോഹം, ഹിംസ, വിഗ്രഹാരാധന ഇങ്ങനെയുള്ള പഞ്ചമഹാപാപങ്ങൾ ഒന്നും ചെയ്യാതെ പഞ്ചഗുണങ്ങളെ ഏറ്റെടുത്ത് ആ സൽക്കർമ്മ മാർഗത്തിൽ നിത്യവും ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിച്ചിട്ടുള്ളവരാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന എന്റെ സന്താനങ്ങളിലേക്കാണ് ഈ 12 വെള്ളിയാഴ്ച വ്രതവും തന്നിരിക്കുന്നത്. അപ്പൊ അതിനൊരു തീരുമാനം അകതാരിൽ ഉണ്ടായി കഴിയുമ്പോൾ എന്റെ ഗുരു എന്നെ അറിയിച്ചിരിക്കുന്നു 12 വെള്ളിയാഴ്ച വ്രതം എടുക്കണം. അത് മനസ്സുകൊണ്ടല്ല സ്വീകരിക്കേണ്ടത്, ആത്മാവ് കൊണ്ട് സ്വീകരിക്കണം. ആത്മനാഥനെ കാണണം, നീ ആത്മാവിനാൽ കാണണം. ഓ ആത്മനാഥനെ കാണണം, നീ ആത്മാവിനാൽ കാണണം. ഓ ആത്മനാഥനെ കേൾക്കണം, നീ ആത്മാവിനാൽ കേൾക്കണം. ഓ ആത്മനാഥനെ കേൾക്കണം, നീ ആത്മാവിനാൽ കേൾക്കണം. ഓ ആത്മനാഥനെ അറിയണം, നീ ആത്മാവിനാൽ അറിയണം. ഓ ആത്മനാഥനെ അറിയണം, നീ ആത്മാവിനാൽ അറിയണം. ഓ ആത്മാവിന്റെ സൽഫലത്തിനായി തന്നെ കർമ്മിക്കാം. ആത്മാവിന്റെ സൽഫലത്തിനായി തന്നെ കർമ്മിക്കാം. കർമ്മഫലം വർദ്ധിച്ചാൽ ആത്മാവം ഉയർന്നിടും. ഓ കർമ്മഫലം വർദ്ധിച്ചാൽ ആത്മാവം ഉയർന്നിടും. ഓ ഉത്കൃഷ്ടമാം കർമ്മം ചെയ്യുവാനുള്ള അറിവ് സിദ്ധിക്കും. ഉത്കൃഷ്ടമാം കർമ്മം ചെയ്യുവാനുള്ള അറിവ് സിദ്ധിക്കും. ഉത്കൃഷ്ടമാം കർമ്മം ചെയ്തുള്ള രൂപം കാണുമ്പോൾ ഉത്കൃഷ്ടമാം കർമ്മം ചെയ്തുള്ള രൂപം കാണുമ്പോൾ ആത്മരൂപം കാണുന്നു, പരമാത്മരൂപം കാണുന്നു. ആത്മരൂപം കാണുന്നു, പരമാത്മരൂപം കാണുന്നു.
ശബ്ദം കേൾക്കുന്നു, പരമാത്മ ശബ്ദം കേൾക്കുന്നു. ആത്മശബ്ദം കേൾക്കുന്നു, പരമാത്മ ശബ്ദം കേൾക്കുന്നു. ആത്മവാഴ്ച അറിയുന്നു, പരമാത്മ വാഴ്ച അറിയുന്നു. ആത്മവാഴ്ച അറിയുന്നു, പരമാത്മ വാഴ്ച അറിയുന്നു. ആദിയന്തമില്ലാതുള്ളോരാനന്ദത്തെ അറിയുന്നു. ആദിയന്തമില്ലാതുള്ളോരാനന്ദത്തെ അറിയുന്നു. ആദിയന്തമില്ലാതുള്ളോരാനന്ദത്തെ അറിയുന്നു. ആദിനാഥനോടു ചേർന്നു ആനന്ദമായി വാഴുന്നു. ആദിയന്തമില്ലാതുള്ളോരാനന്ദത്തെ അറിയുന്നു. ആദിനാഥനോട് ചേർന്നു ആനന്ദമായി വാഴുന്നു. ആദിനാഥനോട് ചേർന്നു ആനന്ദമായി വാഴുന്നു. അപ്പൊ ഗുരുവിന്റെ ശബ്ദങ്ങളെ ആത്മാവ് കൊണ്ട് സ്വീകരിക്കണം. ഗുരുവിന്റെ നിശബ്ദങ്ങളെ ആത്മാവ് കൊണ്ട് അപ്പോഴാണ് ആദ്യന്തമില്ലാത്ത ആനന്ദം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആദ്യന്തമില്ലാത്ത ആനന്ദം അപ്പൊ പിന്നെ നമുക്ക് ഒന്നും പിന്നെ കരുതേണ്ടതായി വരികയില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും പിന്നെ കരുതേണ്ടതായി സ്വാഭാവികമായ എല്ലാം നമുക്ക് അങ്ങ് ഒരുങ്ങി വരുന്നതായിട്ട് നമുക്ക് അനുഭവമാകും. സ്വാഭാവികമായി എല്ലാം നമുക്ക് ഒരുങ്ങി വരുന്നതായിട്ട് അനുഭവമാണ്. 12 വെള്ളിയാഴ്ച വ്രതമെടുക്കുമ്പോൾ 12 വെള്ളിയാഴ്ച വ്രതമെടുക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ഈശ്വരൻ ഒരുക്കി തരും. അതെല്ലാം ഈശ്വരൻ ഒരുക്കി തരും. അനാവശ്യങ്ങളും അത്യാഗ്രഹങ്ങളും അല്ല. അനാവശ്യങ്ങളും അത്യാഗ്രഹങ്ങളും ചില ആളുകളുണ്ട് 12 വെള്ളിയാഴ്ച എടുക്കുമ്പോ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചേ ധരിക്കുകയുള്ളൂ. ചില ആളുകളുണ്ട് 12 വെള്ളിയാഴ്ച എടുക്കുമ്പോൾ പുതിയ ഡ്രസ്സ് വാങ്ങിയേ ധരിക്കുകയുള്ളൂ. ശുദ്ധമായ ഡ്രസ്സ് ധരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പുതിയത് വാങ്ങി ധരിക്കണമെന്ന് പറഞ്ഞില്ല. ശുദ്ധമായ ഡ്രസ്സ് ധരിക്കണമെന്നേ കൽപ്പിച്ചിട്ടുള്ളൂ, അല്ലാതെ പുതിയത് വാങ്ങി ധരിക്കണമെന്ന്. ചില ആളുകൾ ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. അവരവരുടെ ആഡംബരമൊക്കെ കാണിക്കാൻ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു മുണ്ട് അല്ലെങ്കിൽ ഒരു സാരി അല്ലെങ്കിൽ ഇപ്പം പുതിയ താറൊക്കെ ഉണ്ടല്ലോ, ചുരി താറ് എല്ലാം പുതിയത് വാങ്ങിച്ചങ്ങിടുക. നിങ്ങൾ 12 വെള്ളിയാഴ്ച വ്രതമാണ്. അപ്പോൾ അവരുടെ കണ്ണിൽ കരടായി. എത്ര ആണെന്ന് സ്വന്തം സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നല്ലതായിട്ട് നടന്ന ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? എടാ, ഇഹപര ലോകം സൃഷ്ടിച്ചൊരുക്കി ഈ ലോകത്തിൽ വന്ന് അവതാരമായി വാഴുന്ന ആ ഭഗവാൻ പോലും നല്ലത് ധരിച്ചുകൊണ്ട് വന്നാൽ കുറ്റം പറയുന്നവരേ ഉള്ളൂ ഈ ലോകത്ത്. അങ്ങനെയുള്ളവരുള്ള കാലത്ത് ആവശ്യമില്ലാത്ത ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അനാവശ്യമായ ധനം വിനിയോഗിച്ച് നഷ്ടങ്ങൾ വരുത്താനല്ല, ഉന്നതമായ ഭാഗ്യങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ വരുത്തുവാൻ വേണ്ടി പരിശുദ്ധ ചിന്ത, പരിശുദ്ധ വാക്ക്, പരിശുദ്ധ കർമ്മം, ഇതിനെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് വേണ്ടത്, അല്ലാതെ ആഡംബരങ്ങളല്ല. ചില ആളുകൾ തീർത്ഥാടകരായി വരുമ്പോഴും കാണാം പുതിയ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അണിഞ്ഞൊരുങ്ങി തീർത്ഥാടകരായിട്ട് വരും. ശരണം ശരണം ഗുരുനാഥ ശരണം. ഇത് അനുസരിക്കാത്ത തരത്തിൽ പശയൊക്കെ ഇട്ടതാ, പുതിയതാ. ശരണം ശരണം ഗുരുനാഥ, ശരണം ശരണം ഗുരുനാഥ. ഇത് മുമ്പ് ഇവരൊക്കെ മുമ്പ് ഡ്രസ്സ് പോവുക. ഇത് എന്തോ ചെയ്യും? ഇതിൽ ശ്രദ്ധിക്കുവോ ഇതിൽ ശ്രദ്ധിക്കുവോ? അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പിടിച്ചും നൂത്തും വെച്ചും വരുമ്പോഴത്തേക്ക് ഭഗവാനും അങ്ങ് പോയി ദർശനവും കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് വരും. അപ്പം ഇതിൻ്റെ ആ മണവും ഇതിൻ്റെ ആ ഒരു ചൂടും എല്ലാം ആയിട്ട് അവരുടെ തീർത്ഥാടനം അങ്ങനെ ആയിരിക്കും. അതല്ല നമുക്ക് വേണ്ടത്. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയമൊരുക്കി ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടിടും. അളവില്ല
ഹൃദയം ഒരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഹൃദയേശൻ ഹൃദയത്തിൽ കളിയാടുന്നു. ഇങ്ങനെ ആദ്യന്തമില്ലാത്ത ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ആദ്യന്താനന്ദരൂപനാകുന്ന ജഗദീശ്വരൻ അവതരിപ്പിച്ച ഉന്നതമായ നിയമമാണ് 12 വെള്ളിയാഴ്ച വ്രതം. അതിന്റെ ക്രമീകരണങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുക, അതിന്റെ നിയമങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുക, അതിൽ ഉള്ളടക്കമായി നിൽക്കുന്ന ചൈതന്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുക, ഉള്ളടക്കമായി നിൽക്കുന്ന അനുഗ്രഹത്തെ സ്വീകരിക്കുക, അതിൽ ഉള്ളടക്കമായി നിൽക്കുന്ന ആനന്ദത്തെ പ്രാപിക്കുക. അതിനുവേണ്ടി നിങ്ങൾ തീർത്ഥാടകരായി എത്തിച്ചേരുക. മഹാശക്തി നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ അതിന്റെ ഒരുക്കങ്ങൾ ഇതാ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെറുകോൽ, വാഴപ്പള്ളി പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ സന്താനങ്ങൾ എത്തിച്ചേർന്ന് ബാഹ്യമായ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും അനേകം സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഭക്തസന്താനങ്ങൾ വന്ന് അവരവരുടെ കർമ്മമായി ചെയ്താണ് നമ്മുടെ സ്ഥാപനത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപൂർവമായ കാഴ്ചയാണ്. ലോകത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എല്ലാം കൂലിക്കാരെ വെച്ചാണ്. അല്ലാതെ നിവൃത്തിയില്ലല്ലോ. പല പല ഭാഗത്തും അങ്ങനെയാണ് നടക്കുന്നത്. എന്നാൽ ശുഭാനന്ദാശ്രമത്തിൽ ഇത് ആരംഭിച്ച കാലം മുതൽ ഭക്തന്മാർ ഏകോപിച്ചു നിന്ന് കായാമുമേ നീതൻ കാര്യമെല്ലാം ചെയ്യേണ്ടത് ആത്മാക്കൾ മാത്രമാണ്. അറിവോടുകൂടി എന്റെ ഭക്തന്മാർ ഏകോപിച്ച് ഓരോന്നും പ്രവർത്തിക്കുകയാണ്. അങ്ങനെ സന്മനസ്സോടും സദ്ബുദ്ധിയോടും കൂടി വന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന എന്റെ സന്താനങ്ങളെല്ലാം ഞാനിത് അനുഗ്രഹിക്കുകയാണ്. എല്ലാം ഈ തീർത്ഥാടനത്തിന്റെ ആനന്ദത്തിനായി ഈശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും നമുക്ക് പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യാനുണ്ട്. 7 ദിവസങ്ങളിലായി നടക്കുന്ന പ്രത്യേക പരിപാടികളിൽ ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകം അതിന് ആളുകളെ ചുമതലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിന് പ്രത്യേക കാര്യപ്രാപ്തി ഉള്ളവരെ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി വിനിയോഗിക്കുന്നതിന് പ്രത്യേകമായ ഒരു മീറ്റിംഗ് ഇന്നേ ദിവസം നമ്മുടെ ആനന്ദ ഓഡിറ്റോറിയത്തിൽ കൂടുന്നുണ്ട്. ആരാധന കഴിഞ്ഞാലുടൻ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഇവിടെ വന്നു ചേർന്ന് അവരവരാൽ കഴിയുന്ന ഏത് കർമ്മമാണോ അത് തിരഞ്ഞെടുത്ത് കൃത്യമായ 7 ദിവസവും ഇവിടെ നിന്ന് അതിന്റെ പരിപൂർണമായ കർമ്മങ്ങളിൽ വ്യാപൃതരായി അതിന്റെ സൽഫലം അനുഭവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും ആശ്രമ വാർഷികങ്ങൾ നടത്തപ്പെട്ടു. വള്ളിക്കാവ് ശാഖാശ്രമ വാർഷികം എത്രയോ ഉന്നതമായ നിലയിലാണ് എല്ലാം ഒരുക്കി നടത്തപ്പെട്ടത്. ഇന്നേ ദിവസം മുംബൈ സാക്കിനാക്ക ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം അവിടെ ആദർശ കൊടി ഉയർത്തി ഉന്നതമായ നിലയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നാണ് അതിന്റെ സമാപന ദിനമാകുന്ന വാർഷിക ദിനം. എല്ലാം ഉന്നതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാശക്തിയുടെ തിരുവിളയാട്ടോടെ അനുഭവമാകുമാറാകട്ടെ. ഇനിയും നടക്കാനുള്ള വാർഷികങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അതാത് സ്ഥലങ്ങളിൽ നിന്ന് ഉള്ളവർ മാത്രമല്ല പല പ്രദേശങ്ങളിൽ നിന്ന് സന്താനങ്ങൾ പങ്കെടുത്താണ് ഓരോന്ന് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഉന്നതമായ നിലയിൽ വിജയപ്രദമാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പാമ്പാടിയിലും കവിയൂരും നമ്മുടെ ആശ്രമ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമുണ്ടായിരുന്ന ചെറിയ ആശ്രമം പൊളിച്ചു പുതിയത് പണിയുകയാണ്. വളരെ മനോഹരമായത് പൂർത്തീകരിക്കപ്പെടുവാൻ ഈശ്വരന്റെ
കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടുന്ന ധനം അവിടെ എത്തിച്ചേരുവാൻ ഈശ്വരന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. അവിടെ നിന്ന് പ്രവർത്തിക്കുന്നവരെ എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നതമാകുന്ന അവതാര വാഴ്ച ആത്മലോകത്തിലേക്ക് അറിയിക്കുവാൻ ഉന്നതമായി നിർമ്മിക്കുന്ന നമ്മുടെ മഹാഗോപുരത്തെ കാണുവാൻ നിങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോടൊപ്പം പോയി നിന്ന് അതിന് ഉദ്ഘാടന കർമ്മം ചെയ്യുവാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. ആ വിധത്തിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ, ആ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. ഏറ്റവും വേഗം അത് സാധ്യതമാകട്ടെ. അതിനായി നിയോഗിച്ചിരിക്കുന്ന ആത്മദൈവത്തെ ആയുരാരോഗ്യത്തോടുകൂടി മഹാശക്തി കരുതുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഉന്നതമായ ഓരോ കർമ്മങ്ങളും സ്വയം ഏറ്റെടുത്ത് പല ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം ആളാം പ്രതീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുഭാനന്ദ ദർശനം മാസിക ഉന്നതമായ നിലയിൽ അതിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജയന്തുകുമാർ ഭക്തന്റെ നേതൃത്വത്തിൽ പല ആത്മാക്കൾ ഒത്തുചേർന്ന് വലിയൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉന്നതമായത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും അതിൽ ചേർന്നിട്ടില്ലാത്തവരെല്ലാം എത്രയും വേഗം ചേർന്ന് വായിച്ച് അറിഞ്ഞ് ആനന്ദിക്കുവാൻ ഈശ്വരന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. ആനന്ദസ്വരൂപനാകുന്ന ഈശ്വരന്റെ ഓരോ ശരീരവാഴ്ചയിൽ കൂടിയും ദാനം ചെയ്തിട്ടുള്ള അറിവുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കുന്നത്. ആ അറിവിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയണമെങ്കിൽ ആ ഉന്നതമായ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ മുഴങ്ങി വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഉദാഹരണത്തിന് ഇന്ന് നമ്മുടെ ആത്മദീപം ആ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ സന്ദേഹിച്ച് വളരെ ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് ആ ഒരു പുസ്തകം എടുത്ത് ഞാൻ തുറന്നൊരു വാക്ക് നോക്കി. അപ്പൊ അതിന് കൃത്യമായ മറുപടി ലഭിക്കത്തക്ക വിധം ഒരു വാചകമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ആ വിഷമാവസ്ഥ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് മാറി. ആ വിധത്തിലുള്ള ഉന്നതമായ അറിവുകളാണ് ഇതിലെല്ലാം ഉള്ളടക്കമായിരിക്കുന്നത്. അതിന്റെ ആ ഗുണം അറിയണമെങ്കിൽ അതിനോടൊരു ബന്ധവും ഈ വിധത്തിലുള്ള ചിന്തയും ഒക്കെ ഉണ്ടാകണം. അങ്ങനെ ചിന്താബന്ധം വർദ്ധിക്കുവാനും ആ ഗുരുവിനോട് കൂടുതൽ അടുപ്പവും സ്നേഹവും ഉണ്ടാകുവാനും ഗുരുവിന്റെ കാരുണ്യത്തെ നുകർന്നനുഭവിക്കുവാനും ഈശ്വരൻ തന്നെ അനുവദിച്ചാണ് ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ ദാനം ചെയ്തിരിക്കുന്നത്. അതൊക്കെ വേണ്ട വിധത്തിൽ ഭക്തജനങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതും വലിയ നഷ്ടമായി പോകും, കഷ്ടമായി പോകും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കുവാൻ ഏവരും അതെല്ലാം വാങ്ങിച്ചു വായിക്കുക. ആ ഉന്നതനാകുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം അനേകം ആളുകൾ സത്യം കേട്ടു, ആദർശത്തിലേക്ക് ചേർന്നു, ആദർശ നിയമപ്രകാരം ജീവിതം ചെയ്ത് ഉന്നതമായ പരമഭാഗ്യം അനുഭവിക്കുവാനും നിത്യാനന്ദത്തിൽ ലയിക്കപ്പെടുവാനും ഈശ്വരൻ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും അർപ്പിച്ച നേർച്ചകൾ ഇതാ ഞാൻ സ്വീകരിക്കുന്നു. എല്ലാവരെയും ആളാം പ്രതി അനുഗ്രഹിക്കുന്നു. കടന്നു നിൽക്കുന്ന ആത്മാവിന്റെ ശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ആ ഇന്നേ ദിവസം നിലവിളക്ക് അർപ്പിച്ച ആ ആത്മാവിനെ ഈശ്വരൻ നിത്യാനന്ദത്തിൽ ചേർക്കുമാറാകട്ടെ. അതുപോലെ കോത്തല ശാഖാശ്രമത്തിന്റെ കാര്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്ന നമ്മുടെ നാരായണ ഭക്തൻ കടന്നുപോയി. അതിന്റെ സംസ്കാര കർമ്മം നാളെയാണ് നടക്കുന്നത്. ആത്മബോധോദയ സംഘ നിയമപ്രകാരം ആ കർമ്മങ്ങളെല്ലാം നടത്തപ്പെടും. ഉന്നതമായ നിലയിലെല്ലാം നടത്തപ്പെടട്ടെ. ആത്മാവിനെ ഈശ്വരൻ സ്വീകരിക്കട്ടെ. എല്ലാ ആത്മാക്കളെയും ഞാൻ
ഞാനിത് ആളാം പ്രതി ദർശിക്കുകയാണ്. എല്ലാവരെയും രക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനും മഹാശക്തി നെടുനാൾ വഴിമാറാകട്ടെ. സർവകർമ്മങ്ങൾക്ക് ഉത്കർമ്മിയായി ജഗദീശ്വരൻ വാഴുമാറാകട്ടെ. സർവശക്തിയുടെ അധിവാസം ഏവരിലും അനുഭവമാകുമാറാകട്ടെ.